മലമുകളിൽ നിന്നാൽ നാല് വശങ്ങളിലുമായി കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന വെള്ളിയാമറ്റത്തെ നെല്ലിക്കാമല. പ്രകൃതി രമണീയവും പ്രശാന്തസുന്ദരവുമായ വെള്ളിയാമറ്റത്തിൻ്റെ സെൻറ്റ് ജോർജ് ദേവാലയം 1952 സ്ഥാപിതമായതാണ്. വെള്ളിയാമറ്റം പള്ളിയുടെ കീഴിൽ നെല്ലിക്കാമലയിൽ തിരുക്കുടുംബത്തിൻ്റെ നാമത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നസ്രത്ത് മൗണ്ട് കപ്പേളയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് ഇന്ന് നെല്ലിക്കാമലയിലേക്ക് കുരിശിൻ്റെ വഴി പരിഹാര പ്രദക്ഷിണം നടക്കുന്ന ദിവസമാണ്. വെള്ളിയാമറ്റത്ത് നിന്നും കാഞ്ഞാർ പോകുന്ന വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ വഴി നേരെ അറക്കുളവും പോകാവുന്നതാണ്. കാവാലം സിറ്റിയിൽ നിന്നും വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി അങ്ങോട്ട് കയറ്റമാണ്. നമ്മൾ ഞർളമ്പുഴ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് കുരിശിൻ്റെ വഴിയുടെ തുടക്കം. ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. നസ്രത്ത് മൗണ്ട് കുരിശുമുടി നെല്ലിക്കാമല എന്നെഴുതിയിരിക്കുന്ന കവാടം കാണാം. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാറിൽ നിന്നും 1.5 കിലോമീറ്ററും തൊടുപുഴ പൂച്ചപ്ര റൂട്ടിൽ വെള്ളിയാമറ്റത്ത് നിന്നും 2 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ളത്. ഇവിടെ നിന്നും 2 കിലോമീറ്ററോളമാണ് മല മുകളിലേക്കുള്ളത്. വികാരിയച്ചൻ എത്തിയിരിക്കുന്നു. ഫാദർ ജെയിംസ് വെട്ടുകല്ലേലാണ് ഇപ്പോഴത്തെ പള്ളി വികാരി. കുരിശിൻ്റെ വഴി തുടങ്ങിയിരിക്കുന്നു. രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ഐഡിയ വഴി കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. എന്റെ ഹൃദയത്തെ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും മലമുകളിലേക്ക് കുരിശിൻ്റെ വഴി നടത്താറുള്ളതാണ്. അങ്ങനെ 1.5 മണിക്കൂറോളം നടന്ന് നമ്മൾ മലമുകളിൽ എത്തിയിരിക്കുന്നു. മുന്നിൽ ഒരു കുരിശ് കാണാം. നെല്ലിക്കാമലയിലെ തിരുക്കുടുംബത്തിൻ്റെ കപ്പേള. കപ്പേളയോട് ചേർന്ന് വേറെയും രൂപങ്ങൾ കാണാം. ഏറ്റവും മുന്നിലായി ഇടതുവശത്ത് മാതാവിൻ്റെ രൂപവും വലതുവശത്ത് ഗീവർഗീസ് പുണ്യാളുടെ രൂപവും കൂടാതെ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരുടെ രൂപങ്ങളും. ഫാദർ തോമസ് പുല്ലാട്ട് പള്ളി വികാരിയായിരുന്ന കാലഘട്ടത്തിൽ 2012 ഡിസംബർ 12 അന്നത്തെ പാലാരൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസഫ് കൊല്ലംപറമ്പിൽ കപ്പേളയുടെ ശിലാസ്ഥാനം നിർവഹിച്ചു. ഈശോ മലയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു രൂപം കാണാം. വെള്ളിയാമറ്റം സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ കീഴിൽ തിരുക്കുടുംബത്തിൻ്റെ നാമത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നസ്രത്ത് മൗണ്ട് കപ്പേളയുടെ വെഞ്ചരിപ്പ് കർമ്മം 2013 ഏപ്രിൽ മാസം 6 പാലാരൂപതയുടെ അഭിവന്തി പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് നിർവഹിച്ചത്. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ തോമസ് പുല്ലാട്ടച്ചൻ്റെ ഇച്ഛാശക്തിയും നേതൃത്വവും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. കുരിശിൻ്റെ വഴിക്ക് ശേഷം മലമുകളിൽ എല്ലാവർക്കും നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു. കപ്പേളയിൽ തിരുക്കുടുംബത്തിൻ്റെ രൂപം കാണാം. ഈശോയുടെ ക്രൂശിത രൂപവും. സമുദ്രനിരപ്പിൽ നിന്നും 2200 അടി ഉയരത്തിലാണ് നെല്ലിക്കാമല. മലഞ്ചെരിവുകളിലൂടെയുള്ള യാത്രയിൽ ഇരുവശങ്ങളിലുമുള്ള നെല്ലിമരങ്ങളും പൂവിട്ടും കായ്ച്ചും നിൽക്കുന്ന ഫലവൃക്ഷങ്ങളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും നമ്മെ ഉന്മേഷഭരിതരാക്കുന്നു. മലമുകളിൽ നിന്നാൽ 4 വശങ്ങളിലുമുള്ള പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാം. തൊടുപുഴ ഇടുക്കി റോഡിൽ മുട്ടം മുതൽ നാടുകാണി വരെയുള്ള പച്ചപ്പ് നിറഞ്ഞ മലകളും താഴ്വാരങ്ങളും നോക്കത്താ ദൂരം വരെ കാണാം. മൂലമറ്റം, ഇലപ്പള്ളി,
എടാട്, ചക്കിക്കാവ്, ഇലവീഴ പൂഞ്ചിറ, വാഗമൺ, പുള്ളിക്കാനം വരെയുള്ള പ്രദേശങ്ങൾ നമുക്ക് മുമ്പിൽ നേർക്കാഴ്ചയായി വരുന്നു. തൊട്ടുമുമ്പിൽ താഴ്വാരത്ത് നീണ്ടു പരന്നു കിടക്കുന്ന മലങ്കര ജലാശയത്തിൻ്റെ നീലത്തടാകം. മറുവശത്തേക്ക് നോക്കിയാൽ വെള്ളിയാമറ്റം ഭാഗങ്ങളും കാണാം. ദൂരെ കാണുന്നതാണ് സെൻറ് ജോർജ് ചർച്ച് വെള്ളിയാമറ്റം. ഈ കാഴ്ചകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മലയിറങ്ങി ചെല്ലുമ്പോൾ കാണാം. നെല്ലിക്കാമലയിൽ റിസോർട്ടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിവ്. ഭാവിയിൽ ഇതൊരു പ്രശസ്തമായ ടൂറിസ്റ്റ് ലൊക്കേഷനായി അറിയപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അഞ്ചാം സ്ഥലത്തിനടുത്തായി ഇവിടെ എത്തുമ്പോൾ താഴ്വാര കാഴ്ചകളിൽ നമ്മൾ വന്ന വഴി ഉൾപ്പെടുന്ന വെള്ളിയാമറ്റത്തിൻ്റെ ഭാഗങ്ങളും പന്നിമറ്റം, ഇളന്തേശം, അതിനപ്പുറത്തായി പറമ്പുകാട്ട് മലയും കാണാം. 2 പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. നമ്മുടെ വെള്ളിയാമറ്റം സെൻറ് ജോർജ് പള്ളിയുടെ ദൂരക്കാഴ്ച. മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന താഴ്വാരം, അതിനിടയിൽ പാടങ്ങൾ. മലയിടുക്കിലൂടെ ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നതിൻ്റെ ദൂരക്കാഴ്ചയും കാണാം. നെല്ലിമരങ്ങൾ നിറഞ്ഞ നെല്ലിക്കാമല. ഏതു സമയത്തും വീശിയടിക്കുന്ന ഇളം തെന്നൽ മല കയറിയെത്തുന്ന തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു.